ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞങ്ങളെ ഫ്രണ്ടിനെ കാണാൻ പോകണം. അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 4-5 പേരായിട്ട് അങ്ങനെ കാണാൻ പോകണതാണ്. ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലൊക്കെ എല്ലാവരും ഒന്ന് കൂടാമെന്ന് വിചാരിച്ച്. ഈവനിങ് ആയി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിപ്പോൾ ഞാൻ കൊച്ചവാട കടയിലിരിക്കുന്നു. തസ്ലീം ഫസീജി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷം അവർ വന്നിട്ട് കാണാം. അപ്പോൾ അതേ 3 ആളെത്തിയിട്ടുണ്ട്. ഫസീജി തസ്ലിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഫ്രൂട്ട്സ് വാങ്ങട്ടെ. ഇവർ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഇനിയൊന്നുമില്ലല്ലോ, ഇത് പോവല്ലേ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ. തസ്ലി കുമ്മട്ടി ഇരിക്കട്ടെ. കുമ്മട്ടി, മുസമ്പി, ഓറഞ്ച്. ലഡു എടുക്കാല്ലേ? ലഡു ജിലേബി എടുക്കാണ്ട്. അസൂനിന് എന്തിട്ട് വേണ്ടേ? തസ്ലി ഇനി എടുക്കണ്ടിട്ടാ ഇതൊന്ന് കഴിഞ്ഞ് എടുത്തത്. അപ്പൊ അത് വേണ്ട, അതുണ്ടാ സാധനങ്ങളൊക്കെ വാങ്ങി. കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ലേസ് വാങ്ങണം. ലേസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാ. തസ്ലി പോവാ, നമുക്ക് പോവാട്ടാ. ഞാനും പറഞ്ഞാണ് അസ്നാനോട് പറയണ്ടത്. പക്ഷേ അസ്നാനോട് എന്തായാലും പറയണം. പിന്നെ അവൾ അവിടെ ഇല്ലെങ്കിലും അവള് ഞാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. തസ്ലി ഇതേ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിലുണ്ട്. പിന്നെ ഇനി ജസ്നാനെ പിക്ക് ചെയ്യാനുണ്ട്. ജസ്നാനെ പിക്ക് ചെയ്തതിന് ശേഷം ഇനി വേറെ 2 പേരുണ്ട്. ചിലപ്പോൾ പാപ്പുണ്ടാവും അല്ലേ? പാപ്പും ദിനേശ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ ഈ പോകുന്ന തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ്. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ മീറ്റ് ചെയ്യാൻ പോണത്. അന്ന് ഇന്ന് എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണിത്. ചെറുപ്പം മുതലുള്ള കൂട്ടായതുകൊണ്ട് ഇപ്പോൾ ആ കണക്ഷൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാവരെയും കാണിച്ചു തരാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ജസ്ന വരാണ്ട്. അപ്പോൾ ജസ്ന വരാണ്ട് ഞങ്ങളെ 3 ആളെയും ഒക്കെ സെറ്റായി. ഞങ്ങൾ മൂസിനാടെ വീടിൻ്റെ അവിടെ വഴിയുടെ അവിടെ വരെ എത്തി. ഇനി ജസ്ന ഇതിലേക്കൂടെ വരുന്നാണ് പറഞ്ഞത്. ജസ്നാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ്. പിന്നെ പാപ്പും ദിനേശും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് പോകും. ഹായ് പറഞ്ഞേ. അസ്മൂന ജ്യൂസ് എടുത്ത് കൊടുത്തോടി, ഞാൻ കാണിച്ചു. അപ്പം 2 പേരും കൂടെ വന്നിട്ടുണ്ട്. പാപ്പും ഉണ്ട്, ദിനേശുണ്ട്. അങ്ങനെ ജസ്റ്റ് വന്നിട്ടുണ്ട് കുട്ടി പട്ടാളൊക്കെ ആയിട്ട്. ആയിട്ടാണല്ലേ ഓണേ. അപ്പം അങ്ങനെ മൂസിനാടെ വീട് എത്തി. ഇതാണ് മൂസിനാടെ വീട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മൂസിന. ഞങ്ങൾ വന്നത് 3 ഡി ആയിട്ടുണ്ടോ വന്നത്. അപ്പൊ അസ്നറിനെ ഞങ്ങൾ കാറായിട്ട് വരുന്നത്. ജസ്നക്ക് ആദ്യമായിട്ടുണ്ട്. എവിടെ മൂസിനെവിടെ ഒന്നാണ് ഇവിടെ ഇരിക്കണേ. ഇവിടെ ഇരിക്കണേ വീണോണ്ട. ജസ്ന ഉണ്ണിനെ തിരിച്ചു ജസ്ന ഹായ് എടുത്ത് ഞാനൊന്ന് ഓ ഫ്രീക്ക് ഹായ് കൊടുത്ത ഹായ് ഒന്ന് ഹായ്. കല്യാണൊക്കെ ഉണ്ടിനി
കല്യാണം നോക്കില്ലേ ബാപ്പുന്? വിളിച്ചപ്പ തന്നെ പോകുന്നുണ്ട്. അസ്നർ വിളിച്ചാ വരില്ലാന്ന്. ഇത് അസ്നാടെ ഫസ്റ്റ് തൊട്ടി ഇങ്ങോട്ടേക്ക് ഇവിടെ എല്ലാവരും ഉണ്ട്. തസ്ലി എല്ലാവർക്കും എടുത്തിന് കൊടുക്കും. ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഒരു കുഴപ്പമില്ലല്ലേ? അസ്മന്തൂരോട് കഴിക്കണേ ബിസി തരണ്ടേ? 2 കുട്ടികളാണ്. ഒരെണ്ണം സ്കൂളിൽ പോകുന്നുണ്ട്, പിന്നെ ഒരാളെ കൂടുള്ളത്. അതൊന്നല്ല മസീജ, ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൾക്ക് എന്തുറന്ന് പറഞ്ഞത്. അടുത്തത് കുറച്ച് ലേറ്റ് ആയിട്ട് കത്തുള്ളേന്ന് ഇവിടെ ഇരുന്നോ. കുപ്പിയുള്ള എന്തും കുടിച്ചോളൂ. ജസ്നാക്ക് വേണ്ടെന്നല്ലേ ജസ്ന പറഞ്ഞേ? മീറ്റപ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളൊക്കെ എല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. പാപ്പുവോ അതിനൊന്നും നിലത്ത് നിർത്ത്. പാപ്പുവോ കുട്ടികളോടുള്ളൊരു വാത്സല്യം ഉണ്ട്. തസ്ലി പിടിക്കതിനെ 2 മണിയായ എണ്ണക്കടി വാങ്ങിക്കണം. കല്ലല്ലേ ഇവനക്ക് പച്ചക്കറി വാങ്ങി വീട്ടിൽ പോകണം. 2 മണിക്ക് പച്ചക്കറി വാങ്ങി വീട്ടിൽ പോകണം. ഉച്ചക്കലത്തെ എന്താണ് പാപ്പത്? എണ്ണക്കടി വാങ്ങിക്കണം. എണ്ണക്കടി വാങ്ങിച്ചിട്ട് ഇപ്പൊ വീട്ടിൽ കാണുന്നു. ഇതാണ് പാപ്പു സജ്ജാദലി. ജസ്റ്റാനോട് പറഞ്ഞെടുത്തേ എന്തൊന്ന് പറഞ്ഞെടുത്ത് ജസ്നാക്ക് ഒന്ന് ജസ്നാക്കനോട് നോക്കണ്ടട്ടാ. പാപ്പു നീ നോക്കി ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾക്ക് പോണെന്ന് അപ്പൊ ഞാൻ ഇവനെ വിടണങ്ങ് പറയട്ടെ. ഇരിക്കുക സ്ത്രീ ബാപ്പു കുടിക്കുന്നേ. ചായ വേണ്ട സ്നാ, ചായ വേണ്ട സ്നാ. എന്തോന്ന് പറയണ്ടേ? ഇതെന്റെ മൂത്താപ്പാട മോനാണ്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. പറയൂ ബാബു, ആര് മൂത്തന്നറ? ഒരു ദിവസത്തിന് ബൈ പാപ്പുവ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെയുള്ള ആ ഒരു ഗ്യാങ്ങാണിത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ മീറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചധികമായി ഞങ്ങളിപ്പോൾ മീറ്റ് ചെയ്തിട്ട്. ഇവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൽ എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുറച്ച് പേര് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ബോണ്ട് നിലനിർത്തി പോകണത് തന്നെ അൽഹംദുലില്ലാ. ആ ഒരു കണക്ഷൻ ഇപ്പോഴും ഞങ്ങളുടെ ഇടയിലുണ്ട്. ആ ഒരു 10th നമ്മൾ മിക്കവരെയും കളിയാക്കിയും ചിരിച്ചുള്ള ആ ഒരു വൈബ് തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾ കൂടിയപ്പോൾ ഉണ്ടായിരുന്നത്. അടിപൊളി. വന്ന കാര്യങ്ങള് എങ്ങനെയുണ്ട്? ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട് പറ. അടിപൊളിയായിരുന്നു. കൊറേ നാളായില്ല നമ്മ കണ്ടിട്ട്. അസ്നാൻ എത്ര നാളായി കണ്ടിട്ട്? നമ്മ കണ്ടിട്ടുണ്ട്. ഞാന് ഫസീജ തസ്ലിയൊക്കെ
സ്കൂളിലത്തെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. 5-8 മാസം ഇവരെന്തായാലും ഇരുന്ന് 5-8 മാസമായിട്ട് ഇവര് നിങ്ങൾ ദുബായിലായിരുന്നു. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതാണ് വർത്താനം കേൾക്കാനല്ലേ എനിക്ക് ഇഷ്ടം. അല്ലാണ്ട് എന്ത് മൗഫിത് എന്തിട്ട് പറഞ്ഞേ? അടിപൊളിയായോണ്ട് മൗഫിത്ത് നമ്മളെ വീഡിയോ എല്ലാം കാണാറുണ്ട് കേട്ടാ. ഇല്ല വാ തസ്ലി നീ പോവാനായ. അപ്പൊ ഇന്ന് അസ്നാനെ കാണാൻ ഞങ്ങ വന്നത്. ഇന്ന് എങ്ങനെയായിരുന്നു അസ്നാ വന്നിട്ട്? ഇങ്ങനെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിരുന്നു. നിങ്ങളെ ഇതിന് മുന്നേ ഞങ്ങൾ മൂന്നാളൊക്കെ ഗെറ്റ് ടുഗദറിനാക്കിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു സ്കൂളിലെ പരിപാടിക്ക്. അപ്പൊ ഇവരുണ്ടാളിന് ഉണ്ടായിരുന്നില്ല. അതെ. അപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് പിന്നെ അസ്നാനേം ജസ്നാനൊക്കെ കാണുന്നത്. പറയാ സ്നാ. സന്തോഷം നിറഞ്ഞൊഴുകയാണ്. ഇനി ഇങ്ങനൊക്കെ കൂടണോ അല്ലേ? കൂടണ്ട സ്നാടെ വീട്ടിൽ വന്നെ മതിയായി. കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടേ പറയുന്നിട്ട് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കണ്ട ഇങ്ങനൊക്കെയുള്ള ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെ അതെ, കൊറേ നാൾക്ക് ശേഷം കൂടിയുണ്ട്. നമ്മളൊരു സ്കൂളിന്റെ വൈബൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാട്ടാ. അസ്സലാമലൈക്കും. മോനെ മാഷാഅല്ലാ. ജസ്ന വരുന്നുണ്ടാ? പൂവല്ലേ? അപ്പൊ കൊറേ നാൾക്ക് ശേഷം ഞങ്ങൾ കൂടിയതാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.